സാർ, ഈ ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ അതിർത്തിയിൽ വരുന്ന രണ്ട് മണ്ഡലങ്ങളാണ്. ഒന്ന് ആലപ്പുഴയിലെ കായംകുളവും നമ്മുടെ കൊല്ലത്തെ കരുനാഗപ്പള്ളി. പക്ഷെ നമ്മൾ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എടുക്കുമ്പോൾ കരുനാഗപ്പള്ളി തൊട്ട് ആലപ്പുഴ ലോക്സഭാ മണ്ഡലമാണ്. കരുനാഗപ്പള്ളി, കായംകുളം അങ്ങനെ വളരെ രസകരമാണ്. ഈ അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രമൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ഈ രണ്ട് മണ്ഡലം അടുത്തടുത്ത് കിടക്കുന്ന രണ്ട് മണ്ഡലം തീരദേശവും ഒക്കെ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഈ കായംകുളത്ത് ഇക്കുറി LDF ആണ്, CPM ആണ് ജയിച്ചിരിക്കുന്നത്. U പ്രതിഭ ആണ് അവിടെ നിന്ന് ജയിച്ച MLA ആയത്. കരുനാഗപ്പള്ളിയിൽ CR മഹേഷ് കോൺഗ്രസിൻ്റെ ആണ്. ഈ വരാൻ പോകുന്ന 2026 തെരഞ്ഞെടുപ്പിൽ ഈ കരുനാഗപ്പള്ളിയും കായംകുളവും ആര് ജയിക്കും? ഞാനിത് ചോദിക്കാനൊരു കാരണമുണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കരുനാഗപ്പള്ളിയിലും കായംകുളത്തും BJPയുടെ ശോഭാ സുരേന്ദ്രൻ മികച്ച പ്രകടനം കാഴ്ചവെച്ചു, പ്രത്യേകിച്ചും കായംകുളത്ത്. മാത്രമല്ല, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് CPMൻ്റെ ബിപിൻ സി ബാബു എന്ന നേതാവ്, ഒരു പ്രാദേശിക നേതാവാണ്, അദ്ദേഹം CPM വിട്ട് BJPയിൽ ചേരുകയും ചെയ്തിരുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം കൂടെ വെച്ച് പരിശോധിക്കുമ്പോൾ കായംകുളം, കരുനാഗപ്പള്ളിയിലും അവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. കായംകുളവും കരുനാഗപ്പള്ളിയും BJP ഒരു അട്ടിമറി വിജയം നേടാൻ സാധ്യതയുണ്ടോ? അതോ ഈ പറയുന്നത് പോലെ ഭരണവിരുദ്ധ വികാരം ശക്തമായതുകൊണ്ട് UDF ജയിച്ചു വരുമോ? UDFൻ്റെ വിജയം തടുത്ത് ആ മണ്ഡലം കായംകുളം നിലനിർത്തുകയും കരുനാഗപ്പള്ളി CPM പിടിച്ചെടുക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ടോ? കരുനാഗപ്പള്ളിയിൽ കഴിഞ്ഞ കൊല്ലം ജില്ലാ സമ്മേളനം നടന്നതാണ്. വലിയ വിഭാഗീയതയുണ്ടായിരുന്നു. ആ സമ്മേളനം നിർത്തിവെച്ചു. പിന്നെ MV ഗോവിന്ദനൊക്കെ ഇടപെട്ട് ചിലരെയൊക്കെ പുറത്താക്കുകയും ചിലരെ അകത്താക്കുകയും വലിയ കോലാഹലമായിരുന്നു. അപ്പോൾ എന്താണ് സാർ ഈ കരുനാഗപ്പള്ളിയുടെയും കായംകുളത്തിൻ്റെയും ഒരു ഇന്നത്തെ രാഷ്ട്രീയ ചിത്രം എന്താണ്? അതിൻ്റെ കാര്യം ഒരു പ്രത്യേകതയുള്ളത്, 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ അവിടെ 2ാം സ്ഥാനത്ത് വന്നു. അതിനകത്ത് പിന്നെ 1ാം സ്ഥാനത്ത് വന്നത് KC വേണുഗോപാലാണ്. 3ാം സ്ഥാനത്ത് പോയത് CPM ആണ്. ആരിഫാണ്. അപ്പം വളരെ ശക്തമായ ഒരു തെരഞ്ഞെടുപ്പ് മത്സരത്തിലാണ് ശോഭാ സുരേന്ദ്രൻ 2ാം സ്ഥാനത്ത് വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJPക്ക് വേണമെങ്കിൽ ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ് അത്. പക്ഷേ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നത് അവിടെ മത്സരിച്ചത് BDJSൻ്റെ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ BDJSന് അലോട്ട് ചെയ്ത സീറ്റുകളിലൊന്നാണ് കായംകുളം. പക്ഷേ BDJSന് അവിടെ നിന്ന് ജയിക്കുക അത്ര എളുപ്പമല്ല. അവിടെ ജയസാധ്യതയുള്ളത് BJPക്കാണ്. അതും ശോഭാ സുരേന്ദ്രനാണ് ഒരു ജയസാധ്യതയുള്ളത്. വേറൊരു സ്ഥാനാർത്ഥിക്ക് അതില്ല എന്നുള്ളതാണ് പ്രശ്നം. അവരെ 2ാം സ്ഥാനത്ത് വന്ന ഒന്ന് കായംകുളവും മറ്റൊന്ന് ഹരിപ്പാടുമായിരുന്നു. അതെ, ഹരിപ്പാട് രമേശ് ചെന്നിത്തലയുടെ മണ്ഡലമായിരുന്നു. അപ്പോൾ അതൊരു നിസ്സാര സൂചനയായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ടൈറ്റായിട്ട് നടന്നൊരു ഒരു മത്സരമാണ്. അവിടെ വരുമ്പോഴേ കായംകുളത്തിൻ്റെ ഒരു പ്രത്യേകത, കായംകുളം ഇങ്ങനെ മാറി മറിഞ്ഞ് വരുന്ന ഒരു മണ്ഡലമാണ്. 2 ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ എനിക്ക് നന്നായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. 45,000 വോട്ട് മുസ്ലിം വോട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ടൈറ്റ് മത്സരം നടക്കാനുള്ള ഒരു സാധ്യതയാണ് കായംകുളത്തുള്ളത്. അപ്പോൾ BJPയുടെ ഒരു സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിന് അനുകൂലമായിട്ട് കൺസോളിഡേറ്റ് ചെയ്യപ്പെടും. CPMന് വോട്ട് അങ്ങനെ വരില്ല. അവിടെ ഷെയ്ഖ് പി ഹാരിസ് അല്ലേ CPMൻ്റെ സ്ഥാനാർത്ഥിയാകാൻ സാധ്യത പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഷെയ്ഖ് പി ഹാരിസ് ആണ്. U പ്രതിഭയെ കുറി ഇനി മത്സരിപ്പിക്കേണ്ട എന്നൊരു നിലപാട് അവിടെ പാർട്ടിക്ക് ഉണ്ടെന്നാണ് പ്രാദേശികമായി കിട്ടുന്ന വിവരങ്ങൾ. അപ്പോൾ അങ്ങനെ വന്നാൽ തന്നെയും ഈ പ്രാവശ്യത്തെ വോട്ടിലെ മുസ്ലിം വോട്ട് എൻ ബ്ലോക്കായിട്ട് കോൺഗ്രസിന് പോകാനാണ് സാധ്യത. എന്ന് പറഞ്ഞാൽ ബാബു പ്രസാദാണ് നിൽക്കുന്നതെങ്കിൽ ബാബു പ്രസാദ്, അല്ലെങ്കിൽ ആരാണോ നിൽക്കുന്നത് അവർക്ക് ആ വോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഇപ്പോൾ ഷെയ്ഖ് പി ഹാരിസ് മത്സരിച്ചാൽ പോലും ആ മുസ്ലിം വോട്ട് പിടിച്ചെടുക്കാൻ LDFന് സാധിക്കില്ല എന്നാണ് സാറ്. അതിന് സംശയിക്കേണ്ട. മുസ്ലിം വോട്ടിൻ്റെ പ്രത്യേകത, അവർ പൊളിറ്റിക്കലായിട്ടാണ് വോട്ട് ചെയ്യുന്നത്. എല്ലാം അങ്ങനെ മതം നോക്കിയൊന്നും വോട്ട് ചെയ്യുന്ന ആളുകളല്ല മുസ്ലിങ്ങൾ. തിരുവിതാംകൂറിലെ എത്രയോ മധ്യ തിരുവിതാംകൂറിലെ വോട്ടുകളിൽ മുസ്ലിങ്ങൾ പലപ്പോഴും LDFൻ്റെ കൂടെ നിന്നിട്ടുണ്ട്, ചിലപ്പോഴൊക്കെ UDFൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് കായംകുളത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞത്, അങ്ങനെ വന്നാൽ
മുസ്ലിം വോട്ട് വലിയൊരു വിഭാഗം, വളരെ ചെറിയൊരു വോട്ടേ പിന്നെ LDF പോവുള്ളൂ. LDF പോവുള്ളൂ. ഭൂരിഭാഗവും UDF പോകാനാണ് സാധ്യത. UDF പോകാനാണ് സാധ്യത. അതുപോലെ തന്നെ ഹിന്ദു വോട്ടും വലിയൊരു പരിധി വരെ കൺസോളിഡേറ്റ് ചെയ്യപ്പെടും. അതുകൊണ്ടാണല്ലോ ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്ത്, 24 രണ്ടാം സ്ഥാനത്ത്, AM ആരിഫ് മൂന്നാം സ്ഥാനത്തായി. ഇത്രയൊക്കെ വോട്ട് അവിടെ ഉണ്ടായിട്ടും AM ആരിഫ് മൂന്നാം സ്ഥാനത്തായി എന്ന് പറഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ AM ആരിഫിന് കിട്ടിയില്ല. KC വേണുഗോപാലിനാണ് പോയത്. അത് തന്നെ ഇവിടെ കായംകുളത്ത് ആവർത്തിക്കപ്പെടും. സാർ, അവിടെ ഈ കായംകുളത്ത് മറ്റൊരു പ്രത്യേകത, ഈ ഹിന്ദു വോട്ടെന്ന് പറയുമ്പോൾ ഇവിടെ നായർ ഈഴവ വോട്ട് വലിയ രീതിയിൽ ഉള്ള ഒരു പ്രദേശമാണ്, ഒരു മണ്ഡലമാണ്. പട്ടികജാതി വോട്ടും കുറച്ചുണ്ട്. അപ്പോൾ ശരിക്കും ഈ ഹിന്ദു വോട്ടല്ലേ അവിടെ നിർണ്ണയിക്കുന്നത്? ക്രിസ്ത്യൻ വോട്ട് അങ്ങനെ കാര്യമായിട്ട് അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, അതിൻ്റെ കണക്ക് ലഭ്യമല്ല. എങ്കിലും ഈ നായർ ഈഴവ ഒരു കൺസോൾട്ടേഷൻ അവിടെ ഉണ്ടായാൽ ആ കൺസോൾട്ടേഷൻ ഏത് സ്ഥാനാർത്ഥിക്ക് അനുകൂലമാകുമോ ആ സ്ഥാനാർത്ഥി ജയിക്കും എന്നല്ലേ നമ്മൾ കരുതേണ്ടത്? അല്ല, അതിന് സാധ്യത വളരെ കൂടുതലുണ്ട്. ഇപ്പം ബാബു പ്രസാദ്, എനിക്ക് തോന്നുന്നു അദ്ദേഹം നായർ കമ്മ്യൂണിറ്റിപ്പെട്ട ആളാണ്. അതെ. അങ്ങനെ വന്നാൽ നായർ കമ്മ്യൂണിറ്റിയിൽ വലിയൊരു ഷിഫ്റ്റാണ് BJP വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരിക്കൽ AK ആന്റണി സത്യമാണ് പറഞ്ഞത്, പകൽ കോൺഗ്രസും രാത്രിയിൽ BJP എന്ന് പറയുന്നത്. അദ്ദേഹം സത്യസന്ധമായിട്ട് പറഞ്ഞാണ്. വലിയ ഇത് പുറമേ കാണുന്നതിനേക്കാൾ ശക്തമായൊരു ഷിഫ്റ്റാണ് വന്നിരിക്കുന്നത് ഒരു ഘട്ടത്തിൽ. ഇപ്പോൾ അത് മാറി ഈഴവ കമ്മ്യൂണിറ്റി അതുപോലെ തന്നെ ഷിഫ്റ്റ് വന്നിരിക്കുകയാണ്. അത് LDF നിന്ന് BJP LDF CPM നിന്ന് BJP. അപ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ സുഹൃത്തുക്കളുടെയൊക്കെ വീടുകളിൽ ചെന്നാൽ അവരുടെയൊക്കെ ഭാര്യമാർ സ്ട്രോങ് ആയിട്ട് BJP അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ശോഭാ സുരേന്ദ്രൻ കൂടെയാണ് സ്ഥാനാർത്ഥിയെങ്കിൽ അവർക്ക് കിട്ടുന്നൊരു ബെറ്റർ ചാൻസ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഹിന്ദു വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യാൻ ഇതിനേക്കാൾ പറ്റിയ ഒരു സ്ഥാനാർത്ഥി BJP ഇല്ല. പ്രത്യേകിച്ച് ഇവർ സ്ത്രീയാണ്. ആലപ്പുഴയിൽ അവർ തെളിയിച്ചതാണ്. അങ്ങനെ വന്നാൽ ശക്തമായൊരു ത്രികോണ മത്സരത്തിൽ BJPക്ക് ഒരു സാധ്യതയുള്ള മണ്ഡലമാണ് കായംകുളം. പിന്നെ ബാബു പ്രസാദ് അത്ര ഒരു അട്രാക്റ്റീവ് ഒരു സ്ഥാനാർത്ഥിയല്ല. അദ്ദേഹം ഹരിപ്പാട് ജയിച്ച ആളാണ്. ഉമ്മൻചാണ്ടി ഗ്രൂപ്പിൻ്റെ ആളാണ്, A ഗ്രൂപ്പിൻ്റെ ആളാണ്. കായംകുളത്ത് പക്ഷേ ഈ AI പ്രശ്നമൊന്നും അങ്ങനെ കാര്യമായിട്ട് ഉണ്ടാകുന്ന ഒരു സ്ഥലമല്ല. പൊതുവേ ഒരു കോൺഗ്രസ്സിനൊരു ഐക്യമുള്ള ഒരു സ്ഥലമായിട്ടാണ് കായംകുളത്തെ വിശേഷിപ്പിക്കുന്നത്. അല്ല, കോൺഗ്രസ്സിന് ഐക്യമുള്ള സ്ഥലമാണെന്ന് പറഞ്ഞാലും കോൺഗ്രസ് താരതമ്യേന സംഘടനാപരമായിട്ട് ദുർബലമാണ്. അത് ശരിയാണ് കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഈ AI ഗ്രൂപ്പിൻ്റെ ഐക്യമൊന്നും ഇതിനകത്ത് വലിയ കാര്യമില്ല. എയിലും ആരുമില്ല, എയിലും ആരുമൊന്നുമില്ല. അതൊരു കാലഘട്ടം കഴിഞ്ഞു. കരുണാകരൻ്റെ ആൻ്റണിയുടെയും കാലം കഴിഞ്ഞതോടുകൂടി AI ഗ്രൂപ്പിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. പിന്നെ പൊളിറ്റിക്കൽ ചേഞ്ച്, അന്ന് BJP ഇല്ലല്ലോ, ഇപ്പോൾ BJP ശക്തമായില്ലേ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു ചാൻസ് തീർച്ചയായിട്ടും. സാർ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ മത്സരം നടക്കുന്നത് UDFും BJPയും തമ്മിലായിരിക്കുമോ? ഷേഖ് പി ഹാരിസാണ് മത്സരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും UDFും BJPയും തമ്മിൽ തന്നെയായിരിക്കും മത്സരം. ഈ പറഞ്ഞ പോലെ പ്രതിഭയാണ് വരുന്നതെങ്കിൽ ഒരു പക്ഷേ ത്രികോണ മത്സരം നടക്കാൻ സാധ്യത. പ്രതിഭയാണ് വരുന്നതെങ്കിൽ ത്രികോണ മത്സരം നടക്കാം. പക്ഷേ പ്രതിഭയാണ് വരുമ്പോൾ ഒരു പ്രശ്നം, ശക്തമായ ഒരു ആൻറ്റി ഇൻകംബൻസി ഉണ്ട്. അത് ആർക്ക് അനുകൂലമാവുക? അത് കോൺഗ്രസിന് അനുകൂലമാവും, BJPക്ക് അനുകൂലമാവും. അത് വലിയൊരു ശതമാനം അനുകൂലമാകുന്നത് BJPക്കാണ്. അവിടുത്തെ ഈ കമ്മ്യൂണൽ ഇക്വേഷൻ, അതെ, അതിൻ്റെ ഡെമോഗ്രാഫി വെച്ചാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ അതിനുള്ള ഒരു സാധ്യതയാണ് അവിടെ. ഞാൻ ഈ മുസ്ലിം വോട്ട് കൃത്യമായിട്ട് UDF പോകാനാണ് സാധ്യത. മുസ്ലിം വോട്ട് UDF പോകുള്ളൂ. ഞാനത് പറഞ്ഞു, മുസ്ലിം വോട്ട് അവർ തീരുമാനിക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ എതിരാണ് ഇപ്രാവശ്യം മുസ്ലിങ്ങൾ. പക്ഷേ സാർ, അവിടെ ഒരു പഴയ ചരിത്രം പറഞ്ഞാൽ മുസ്ലിംസ് പലരും ABVP പ്രവർത്തിച്ചവരുണ്ടായിരുന്നു അവിടെ ഒരു കാലത്ത്. ഞാൻ പറയുന്നത് 90കളാണ് കേട്ടോ, 80കളുടെ അവസാനം 90കളുടെ ആദ്യമൊക്കെ. അങ്ങനെ ABVPക്ക് ഇത്തിരി അവിടെ MSN കോളേജിലൊക്കെ ABVPക്ക് പ്രവർത്തന പാരമ്പര്യമുണ്ട്. അവിടെ ABVP ഈ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചില സീറ്റുകളിലൊക്കെ ജയിക്കുകയൊക്കെ ചെയ്ത ഒരു ചരിത്രം കായംകുളത്തുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഈ മുസ്ലിം വോട്ട് എൻ ബ്ലോക്കായിട്ട് UDF പോകുന്നു. കുറച്ചൊക്കെ BJPക്ക് കിട്ടാനുള്ള സാധ്യത, BJPക്ക് മുസ്ലിം വോട്ട് കിട്ടാനുള്ള സാധ്യത കുറവാണ് അവിടെ ഇപ്രാവശ്യം. അപ്പോൾ അവിടെ കുറച്ച് 1-2 പേര് അല്ലെങ്കിൽ 10-100 പേര് പോയി എന്ന് പറഞ്ഞാലും മുസ്ലിം ജനസാമാന്യത്തിന് അതൊന്നും ബാധിക്കുകയില്ല. പക്ഷേ മുസ്ലിം വോട്ടൊരു ഷിഫ്റ്റ് വരും. BJPക്ക് അനുകൂലമായി ഒരു ഷിഫ്റ്റ് കുറച്ച് കഴിയുമ്പോൾ BJP പിന്നെ മുസ്ലിം കമ്മ്യൂണിറ്റി ഉണ്ടാവും. ഇപ്പോൾ അതിൻ്റെ സമയമായില്ല, പാകപ്പെട്ട് വരുന്നതേ ഉള്ളൂ യഥാർത്ഥത്തിൽ. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന 2024 തെരഞ്ഞെടുപ്പിൽ മാറ്റൊന്നും വരില്ല. അത് UDFന് തന്നെ അനുകൂലമായിട്ട് മാറത്തേ ഉള്ളൂ. അതുകൊണ്ട് പിന്നെ അവിടെ നമ്മളൊരു കാര്യം, അങ്ങനെയെങ്കിൽ ഒരു പക്ഷേ LDF 3ാം സ്ഥാനത്ത് പോകാൻ സാധ്യതയുണ്ടോ കായംകുളത്ത്? LDF 3ാം സ്ഥാനത്ത് പോയല്ലോ.
അത് 2024-ലാണ്. ഞാൻ 26-ലും അത് സംഭവിക്കുമോ? 2 വർഷത്തിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ. 2 വർഷത്തിൻ്റെ വ്യത്യാസം. അപ്പോൾ മത്സരം ശരിക്കും UDF ഉം BJP യും തമ്മിലാണ് കായംകുളത്ത്. അതെ, അല്ല പ്രത്യേകിച്ചും ശോഭ BJP കാൻഡിഡേറ്റ് ആവുകയാണെങ്കിൽ. അല്ല, അന്ന് വരുന്ന ഒരു പ്രശ്നം, ആലപ്പുഴയിൽ KC വേണുഗോപാലിന് പകരം വേറൊരു സ്ഥാനാർത്ഥിയായിരുന്നു കോൺഗ്രസിൻ്റേത് എങ്കിൽ ഡെഫിനറ്റായിട്ട് ശോഭാ സുരേന്ദ്രൻ ജയിച്ചേനെ. ഡെഫിനറ്റായിരുന്നു. അപ്പോൾ അതാണ് കായംകുളത്തിൻ്റെ ഒരു സ്ഥിതി. സാറേ, കരുനാഗപ്പള്ളിയിലേക്ക് വരുമ്പോൾ അവിടെ CR മഹേഷാണ് കാൻഡിഡേറ്റ്. CPIയുടെ കയ്യിലിരുന്ന മണ്ഡലം ഫൈറ്റ് ചെയ്ത് പിടിച്ചെടുത്ത ഒരാളാണ്. ഒരിക്കൽ തോറ്റു, പിന്നീട് ജയിച്ചു, തുടർ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് CR മഹേഷ്. ആ CR മഹേഷിനെ അവിടെ തോൽപ്പിക്കുക എളുപ്പമല്ല. പിന്നെ CPMൻ്റെ അതിശക്തമായ വിഭാഗീയത നടന്ന ഒരു ജില്ലയാണ് കൊല്ലം. അതിൽ കരുനാഗപ്പള്ളി പ്രത്യേകിച്ചും. കരുനാഗപ്പള്ളി എടുത്തു പറയണം, അവിടുത്തെ ആ ഏരിയ കമ്മിറ്റിക്കുള്ളിൽ നല്ല രീതിയിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. BJP അവിടെ അത്യാവശ്യം വോട്ടുള്ള ഒരു സ്ഥലമാണ്. BJP തീരെ മോശമൊന്നുമല്ല. അവിടെ ഒരു 10-20,000 വോട്ടൊക്കെ BJPക്ക് പിടിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് കരുനാഗപ്പള്ളി. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ശോഭാ സുരേന്ദ്രന് നല്ല രീതിയിൽ അവിടെ മുന്നേറ്റം ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കരുനാഗപ്പള്ളിയിലും LDFന് ഒരു സാധ്യത ഒട്ടും തന്നെ പറയുന്നില്ല, അല്ലെങ്കിൽ LDFന് സാധ്യത ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയാകുമോ? ഇല്ല, LDFന് വളരെ സാധ്യത കുറവാണ്. ഒന്ന്, അത് CPIയുടെ മണ്ഡലമാണ്. 1977-ലും 80-ലും BM ഷെരീഫാണ് അവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചു. 2 പ്രാവശ്യം ജയിച്ചു. അതിന് ശേഷം വന്നതിനകത്ത് PS ശ്രീനിവാസൻ അവിടെ ജയിച്ചിട്ടുണ്ട്. വിജയരാജൻ SRP അതെ വിജയരാജൻ ജയിച്ചിട്ടുണ്ട്. പിന്നെ JSSൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് അഡ്വക്കേറ്റ് രാജൻ ബാബു ജയിച്ചിട്ടുണ്ട്. പിന്നെ ചന്ദ്രശേഖരൻ നായർ ജയിച്ചിട്ടുണ്ട്. സ്വഭാവത്തിൻ്റെ ആ വോട്ടിങ്ങിൽ ഇതാണ് ഞാൻ പറഞ്ഞത്. അതിനുശേഷം പിന്നീട് വന്നതിനകത്ത് പ്രധാനപ്പെട്ട സി ദിവാകരൻ ജയിച്ചു. സിദ്ധാരൻ മന്ത്രിയാകുമ്പോൾ അവിടെ നിന്ന് ജയിച്ചാണ് മന്ത്രി. അതെ 2006-ൽ അവിടെ നിന്ന് ജയിച്ചു. 2011-ലും ആ ജയം ആവർത്തിച്ചു. പിന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന R രാമേന്ദ്രനായിരുന്നു ആദ്യം മത്സരിച്ചത്. അതെ അന്ന് CR മഹേഷുമായിട്ടായിരുന്നു മത്സരിച്ചു. അദ്ദേഹം എനിക്ക് തോന്നുന്നു 2016-ൽ അദ്ദേഹം ജയിച്ചു എന്ന് തോന്നുന്നു. ഈ രാമേന്ദ്രൻ ജയിച്ചു. 2021-ലാണ് CR മഹേഷ് മണ്ഡലം പിടിച്ചെടുക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, പ്രഗത്ഭന്മാരായ ഒരുപാട് CPI നേതാക്കന്മാരെ ജയിപ്പിച്ച മണ്ഡലമാണ് ഈ കരുനാഗപ്പള്ളി. പക്ഷെ കരുനാഗപ്പള്ളിയിൽ ഇന്ന് മത്സരിപ്പിക്കത്തക്ക വിധത്തിലൊരു CPI നേതാവ് കരുനാഗപ്പള്ളിക്കില്ല. നമ്പർ 1. ഇതിലെല്ലാം ഉപരിയായിട്ട് CPI യഥാർത്ഥത്തിൽ കാലഹരണപ്പെട്ടു. CPMൻ്റെ തണലിൽ നിൽക്കുന്ന ഒരു പാരസൈറ്റ് മാത്രമാണ് CPI. അപ്പോൾ CPI ഒരു സ്ഥാനാർത്ഥിയെ കണ്ടെത്തണം. CR മഹേഷ് ആ മണ്ഡലം നിറഞ്ഞു നിൽക്കുകയാണ്. ഈ വരാൻ പോകുന്ന 2026-ലെ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ശക്തമായൊരു കടന്നുകയറ്റം കരുനാഗപ്പള്ളി നടത്താൻ തടസ്സമായി നിൽക്കുന്നത് CR മഹേഷിൻ്റെ സാന്നിധ്യമാണ്. ഡെമോഗ്രഫി അവിടെ നോക്കാമെങ്കിൽ മുസ്ലിം വോട്ടി പറഞ്ഞ പോലെ എൻബ്ലോക്കായിട്ട് കോൺഗ്രസ് LDFന് കിട്ടും. LDFിലെ വിഭാഗീയത, PR വസന്തനും സൂസൻ കൂടിയും ഒക്കെ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം വളരെ രൂക്ഷമാണ് കരുനാഗപ്പള്ളി. ഇതൊന്നും പാച്ചപ്പ് ചെയ്ത് തീർക്കാൻ ഏച്ച് കെട്ടിയാൽ എങ്ങനെയായാലും മുഴച്ചിരിക്കുമെന്ന് പറയുമല്ലോ. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നേരിട്ട് വന്നിട്ട് പോലും അവിടെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. അല്ല, അവിടെ പരിഹാരം ഉണ്ടാക്കാനൊക്കത്തില്ല. കാരണം അവിടെ ഈ നേതാക്കന്മാരെല്ലാം കൂടെ വന്ന് അവരെ പൂട്ടിയിട്ട് മുറിക്കകത്ത്. അതെ മാർക്സിസ്റ്റ് പാർട്ടി ചിന്തിക്കാനൊക്കുന്ന ഒരു കാര്യമല്ല. ജില്ലയിൽ നിന്ന് വന്ന നേതാക്കൾ കോൺഗ്രസിലൊക്കെ അത് കേട്ടിട്ടുണ്ട്. കോൺഗ്രസ് കേട്ടിട്ടുണ്ട്, ഈ പൂട്ടിയിടുക, മുണ്ട് പറിച്ചോടുക. അപ്പോൾ അവിടെ കരുനാഗപ്പള്ളിയുടെ സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ CPM ദുർബലമാണ്. CPIയുടെ ആക്ടിവേര് പോയി കിടക്കുകയാണ്. കാരണം എനിക്കറിയാവുന്ന ഒരുപാട്, ഞാൻ ശാസ്താംകോട്ട കോളേജിലാണ് കുറേ കാലം പഠിപ്പിച്ചിരുന്നത്. ഒരുപാട് സുഹൃത്തുക്കളുള്ള സ്ഥലമാണ്, സ്റ്റുഡൻസ് ഉള്ള സ്ഥലമാണ് കരുനാഗപ്പള്ളിയിലെ പഴയ CPI നേതാക്കന്മാരോട് പലരോട് ചോദിച്ചപ്പോൾ അവർ വളരെ നിശബ്ദരാണ്. സത്യമായി പറഞ്ഞാൽ CPI ആണ് ഇപ്രാവശ്യം അവിടെ മത്സരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ CPI 3-ാം സ്ഥാനത്ത് പോയാൽ അത്ഭുതപ്പെടണം. CPI ആണ് മത്സരിക്കുന്നതെങ്കിൽ CPI കരുനാഗപ്പള്ളിയിൽ 3-ാം സ്ഥാനത്ത് പോയാൽ അത്ഭുതപ്പെടേണ്ട. അത്ര വെറുപ്പാണ് CPIക്കാർക്ക് CPI നേതൃത്വത്തോടെ. CPIക്കാർക്കാണ്. CPMനകത്താണെങ്കിൽ അതിശക്തമായ വിഭാഗീയത. ഇതെല്ലാം പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും 2026 വരുന്നത്. അവിടെ വളരെ കംഫർട്ടബിളായിട്ട് CR മഹേഷിന് ജയിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ കാൽക്കുലേഷൻ. ഇതിലെല്ലാം ഉപരിയായിട്ട് CR മഹേഷിന് പകരമായി മത്സരിക്കാൻ ഒരു സ്ഥാനാർത്ഥി CPI ഇല്ല. അവരുടെ സീറ്റാണ്, അതവർ CPMന് കൊടുക്കില്ല. CPMന് കൊടുത്താൽ തന്നെ ഇല്ല. CPIക്ക് എന്തായാലും ഒരു സ്ഥാനാർത്ഥിയായിട്ട് അവിടെ ഇല്ലതാനും.
അതുകൊണ്ട് പിന്നെ കൊല്ലം ജില്ലയിലെ UDFൻ്റെ ഏറ്റവും സേഫ് സീറ്റ്, ഉറച്ച സീറ്റിലൊന്നാണ് കരുനാഗപ്പള്ളി. പ്രത്യേകിച്ച് CR മഹേഷ് വളരെ പിന്നെ ജനകീയനായ MLA ആണ്. എല്ലാവരുടെയും ആവശ്യങ്ങളിപ്പം ഓടി എത്തുന്ന ആളാണ്. ചെറുപ്പക്കാരനാണ്, ജാടയൊന്നുമില്ല, കലാകാരനാണ്, ആൾ നല്ല മിടുക്കനാണ്. അങ്ങനെ വരുമ്പോൾ CR മഹേഷിനെ തോൽപ്പിക്കുക LDFന് അത്ര എളുപ്പമല്ല. ഞാനീ പറഞ്ഞ പോലെ BJP ഉയർത്തുന്ന വെല്ലുവിളി കൂടി ആകുമ്പോൾ ബുദ്ധിമുട്ട് വരും. BJP നല്ലൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ, അതേ പറഞ്ഞു, BJP നല്ലൊരു മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ തീർച്ചയായിട്ടും 3ാം സ്ഥാനത്ത് പോകും CPI. ഒരു സംശയമില്ല. ഇലക്ഷൻ കഴിയുമ്പോൾ നോക്കുന്നുണ്ട്. കാരണം ഈ ആളുകൾ CPIക്കാർ തന്നെ CPI അടുത്തിരിക്കുകയാണ്. എനിക്കല്ലാതെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞല്ല. അത്ര ദുർബലമാണ് CPIയുടെ സംസ്ഥാന നേതൃത്വം. പിന്നെ വിഷയമൊന്നും ഒരു നേതാവായിട്ട് ആരും അംഗീകരിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ കരുനാഗപ്പള്ളി UDFൻ്റെ ഒരു ഉറച്ച സീറ്റുകളിലൊന്നാണ്. അതിൽ ഒരു എന്തെങ്കിലും അട്ടിമറി നടത്താൻ സാധിക്കുമെങ്കിൽ അത് BJPക്കേ പറ്റുള്ളൂ. ഇടതുപക്ഷത്തിന് യാതൊരു കാരണവശാലും അവിടെ ഒരു സേ ഇല്ല. ഇടതുപക്ഷത്തിന് BJPക്ക് അട്ടിമറി നടത്തി ജയിക്കാൻ സാധ്യത കുറവാണ്. അവർക്ക് ചെയ്യാനൊക്കുന്നത് നല്ല സ്ഥാനാർത്ഥിയെ കൊടുത്താൽ CPIയെ 3ാം സ്ഥാനത്തേക്ക് വിടാം. ഒരു ചെറിയ ഭൂരിപക്ഷത്തിന് മഹേഷിൻ്റെ ജയത്തെ ചെറിയൊരു ഭൂരിപക്ഷത്തിലേക്ക് കുറച്ചു കൊണ്ടുവരും. ഒരുപക്ഷെ ഈ BDJS മത്സരിക്കാൻ പറ്റിയൊരു മണ്ഡലമാണ് കരുനാഗപ്പള്ളി. കായംകുളത്തേക്കാൾ കൂടെ കംഫർട്ടബിൾ അവർ കരുനാഗപ്പള്ളിയാണ്. വിജയരാജനെ ജയിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അഡ്വക്കേറ്റ് പിന്നെ PS ശ്രീനിവാസനെ ജയിപ്പിച്ചിട്ടുണ്ട്. ശ്രീനിവാസൻ CPI ആയിരുന്നു. മറ്റേ കുറച്ചുകൂടെ കമ്മ്യൂണൽ SRP. അതെ SRPയുടെ വിജയരാജൻ ജയിച്ചു. പിന്നെ ജനാധിപത്യ സംരക്ഷണ സമിതിയുടെ രാജൻ ബാബു ജയിച്ചു. അപ്പം അതിൻ്റെ അർത്ഥം ഡെമോഗ്രഫിയും കൺസോൾട്ടേഷൻ വന്നുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഈഴവ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ പ്ലസ് പിന്നെ നായർ വോട്ടുകൂടെ കൊണ്ടുകൊടുന്നാൽ അത് BJPക്ക് അവിടെ ഇച്ചിരി സ്വാധീനമുണ്ട്. അതെല്ലാം കൂടെ ചേർത്താൽ പറഞ്ഞതുപോലെ അവിടെ ഒരു നല്ല മത്സരം കാഴ്ചവെക്കാൻ പറ്റും. അതിന് BDJSനെ പറ്റിയ സ്ഥലമാണ്. BJPയേക്കാൾ എനിക്ക് തോന്നുന്നത് അത് അതിൻ്റെ ആ ചരിത്രം പരിശോധിച്ചാൽ BDJSനെ കുറേ കൂടെ നല്ലത്. നമുക്ക് തിരിച്ചു വരാം. കരുനാഗപ്പള്ളിയും കായംകുളവുമായിട്ട് സ്ഥാനാർത്ഥികളെ കൂടെ പ്രഖ്യാപിക്കട്ടെ. അതിനുശേഷം നമുക്ക് കുറെ കൂടെ വിശദമായിട്ട് കായംകുളവും കരുനാഗപ്പള്ളിയും ചർച്ച ചെയ്യാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.